വായിക്ക് 611 തിരുമന്ത്രം. ഇംഗ്ലീഷ് എന്താണെന്നാണ്? The mystic bedchamber is the daylight. At all, no darkness invades. There is a way the body to fire chamber consigned not to be. The light of this knowledge is by meditation prolonged in the lunar region, knows not end of light ever. ഓക്കെ, റൈറ്റ്. ഇത് പള്ളിയറ എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ ക്ഷേത്രങ്ങളിലെ ശിവശക്തി ഇത് പള്ളിയറ മെഡിറ്റേഷൻ, പള്ളിയറ പൂജ എന്നുകൊണ്ട് അറിയാമോ? പള്ളിയറ പൂജ എന്ന് വെച്ചാൽ നമ്മൾക്ക് രാത്രിയാകുമ്പോൾ മറ്റേ ദേവതകൾ, നമ്മളിപ്പോൾ ശിവൻ ശക്തി എന്ന് വെച്ചാൽ അവരെ കൊണ്ട് പള്ളിയറയിൽ മൂർത്തി ശിവൻ്റെ മൂർത്തി ഇതേയും കൊണ്ട് ഒരു ഫങ്ഷനുണ്ട്. ഊഞ്ഞലിൽ വെച്ചാട്ടി പിന്നെ അവരുടെ ബെഡ്റൂമിൽ കൊണ്ടുവച്ച് കഥവ് പൂജ ചെയ്തിട്ട് കഥവ് അടയ്ക്കുന്ന ഒരു ഇതുകൊണ്ട് അറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ പൂജ മാക്സിമം വലിയ ക്ഷേത്രത്തിലൊക്കെ ഉണ്ട്. ഇതിൽ ഫേമസ് ഒന്ന് മധുരയാണ്. മധുര ക്ഷേത്രത്തിൽ മധുര മീനാക്ഷി ആൻഡ് ഇത് ശിവൻ്റെ എന്തോന്ന് പറയാൻ, പള്ളിയറ പൂജ കണ്ടാൽ ഈ പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ ഒന്ന് ചേരുന്നുണ്ട്. പിരിഞ്ഞിരിക്കുന്നല്ല, സെപ്പറേറ്റ് ആയിരുന്നു ഒന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മധുരയിൽ ഒന്ന് 51ാമത് ശക്തിപീഠം രാജമാതംഗീശ്വരി. എന്തോന്ന് രാജമാതംഗീശ്വരിയാണ് അവിടെ ഇരിക്കുന്ന 66. അപ്പോൾ പള്ളിയറയിൽ വന്ന് ഇവിടെ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ പള്ളിയറ ഇവിടെ എന്ന് പറഞ്ഞാൽ നിരാധാരം. നമുക്ക് ആധാരത്തിൽ നിരാധാരത്തിലാണ് അവർ ശിവനും ശക്തിയും ആ ഊഞ്ഞലിൽ ഇരിക്കുന്നത്. ഓക്കെ, ഇരുന്നിട്ട് അവിടെ വന്ന് ഡേ ലൈറ്റും ഇല്ല, ഡേയും ഇല്ല. അതായത് ഇറ്റ് ഈസ് ബിയോണ്ട് ദി സോളാർ സിസ്റ്റം. എന്തോന്ന് യെസ്, അത് ശിവൻ ശക്തി ഇരിക്കുന്ന പള്ളിയറ ഈസ് ബിയോണ്ട് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലാണ് ഡേ ആൻഡ് നൈറ്റ് ഉള്ളത്. ബട്ട് ദ യോഗി വിൽ ട്രാൻസെൻഡ് ദി എഫക്റ്റ് ഓഫ് ഇത് സോളാർ സിസ്റ്റം. നിങ്ങൾ പിങ്കലയിൽ സോളാർ എനർജി, ഇടകലയിൽ ലൂണാർ എനർജി, അടുത്ത സുഷുമ്നയിൽ അഗ്നി എനർജി ഉണ്ട്. സോ ഇത് വന്ന് നിരാധാരം, പള്ളിയറ എന്ന് പറഞ്ഞാൽ ഇവിടെ നിരാധാരം. അത് വയർ ദർ ഈസ് നോ ലൈറ്റ് ആൻഡ് ഡേ മീൻസ് ഇറ്റ് ഈസ് ബിയോണ്ട് ദി ഇൻഫ്ലുവൻസ് ഓഫ് സോളാർ സിസ്റ്റം. ഇത് ശരി, റൈറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷൻ ഒന്ന് കളർ മെഡിറ്റേഷൻ. അപ്പോൾ കളർ മെഡിറ്റേഷൻ എങ്ങനെയെന്ന് വെച്ചാൽ കളറും ഈ ശിവയോഗയ്ക്കുമുള്ള കണക്ഷൻ എന്ത് തോന്നുന്നു? ചക്ര ആക്ടിവേഷൻ യോഗയ്ക്കും കളറിനുമുള്ള കണക്ഷൻ തോന്നും. നിങ്ങൾക്ക് ആധാരങ്ങളിൽ വിബ്ജിയർ കളർ, വയലറ്റ്, ഇൻഡിഗോ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഓക്കെ, അത് കളർ ഇരിക്കണം. അത് ആധാരത്തിൻ്റെ കളർ. എലമെൻറ്റിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രൗണ്, വൈറ്റ്, അടുത്തത് വന്ന് റെഡിഷ് യെല്ലോ, ബ്ലാക്ക്, സ്കൈ ബ്ലൂ, ഇത് എലമെൻ്റ് കളർ. അതുപോലെ നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ദശവായുക്കളിലും മെയിൻ വായുവിനും 5 കളറുണ്ട്. ഇങ്ങനെ ഒരുപാട് കളറ് നിങ്ങളുടെ ആധാരങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുമ്പം വരികയാണ്. ഈ കളറെല്ലാം കൊണ്ട് നിങ്ങൾ നിരാധാരത്തിൽ വൈറ്റാണ് ഇരിക്കുന്നത്. അതിൽ കൊണ്ട് ലയിക്ക വയ്ക്കണം. കാരണം വെച്ചാൽ വാട്ട് ഈസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കളറില്ല. ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ഓഫ് ആൾ കളേഴ്സ്. എന്തോന്ന്? ആൾ കളേഴ്സ്, അതായത് പ്രസൻസ് ഓഫ് ആൾ കളേഴ്സ്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ആൾ കളേഴ്സ്. എന്തോന്ന്? അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആധാരത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള കളർ നിങ്ങളിപ്പോൾ ആധാരത്തിൻ്റെ കളർ റെഡ്. അപ്പോൾ ഒരു 2 മിനിറ്റ് നിങ്ങളൊന്ന് അത് റെഡ് കളറെ വിഷ്വലൈസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യണം. മൂലാധാരത്തിൽ 4 താളത്തിൽ റെഡ് കളർ. ഈ കളർ അങ്ങനെ മുകളിലോട്ട് പോയി നിരാധാരത്തിൽ വൈറ്റാൻ മാറണം.
അതിൽ മെർജാവുന്നു. എനിക്ക് അടുത്ത് കുറച്ച് നേരം 2-3 മിനിറ്റ് സ്വാധിഷ്ഠാനം, അതിൽ ഓറഞ്ച് കളറ് വിഷ്വലൈസ് ചെയ്തിട്ട് ധ്യാനം ചെയ്ത് അത് മുകളിലോട്ട് പോയി അത് ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു മുകളിൽ പോയി മെർജാകുന്ന ഒരു ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒவ்வொரு കളർ അടുത്ത മണിപ്പൂരത്തിന് യെല്ലോ കളറ് അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക. അത് നേരെ പോയിട്ട് ഇത് മെർജാവുന്നു. അടുത്തത് അനാഗത്തിൽ ഗ്രീൻ കളർ മുകളിൽ പോയി മെർജാവുന്നു. നിരാധാരമാണ് പള്ളിയറ. അവിടെ വൈറ്റ് കളറാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, ബാക്കി ഗുരുമണ്ഡലത്തിൽ ഗോൾഡൻ കളർ അത് വരുന്ന മാതിരി ഇത് വൈറ്റ്. അപ്പോൾ ഇനി അടുത്തത് എന്തോന്ന്, വിശുദ്ധിയിൽ നീല കളർ. ആ നീല കളറെ വിഷ്വലൈസ് ചെയ്തിട്ട് അത് അങ്ങനെ റൈസായി നിരാധാരത്തിൽ വൈറ്റിൽ ലയിക്കുന്നതായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ. പള്ളിയറയിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. പള്ളിയറയെന്ന് ഇവിടെ പറയുന്നത് നിരാധാരത്തിൽ ശിവനും ശക്തിയും. അടുത്തത് ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ബ്ലൂ കളർ, അടുത്തത് ആജ്ഞയിൽ ഇൻഡിഗോ കളർ. ആ ഇൻഡിഗോ കളർ ഇങ്ങനെ ധ്യാനം ചെയ്തത് റൈസായി പോയി ഇതിൽ ലയിക്കുന്ന മാതിരിയുള്ള മെഡിറ്റേഷൻ. അടുത്തത് സഹസ്രാരത്തിൽ വയലറ്റ് കളറിന് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് മുകളിൽ പോയി വെയിറ്റിൽ ലയിക്കുന്നതായിട്ടുള്ള മെഡിറ്റേഷൻ. അടുത്തത് ഗുരുമണ്ഡലം ഗോൾഡൻ കളർ. ആ ഗോൾഡൻ കളർ അവിടെ പോയി വെയിറ്റിൽ ലയിക്കുന്നതായിട്ടുള്ള മെഡിറ്റേഷൻ. അപ്പോൾ ഈ കളർ മെഡിറ്റേഷൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഓൾ നാഡി ചാനൽസ് ആർ ആൾസോ ഹാവിങ് കളർ. നമ്മൾ ഇന്നലെ പറഞ്ഞ ആൾ നാഡീസ് ആർ ഹാവിങ് ശബ്ദം. ആ ശബ്ദത്തിൻ്റെ ഒരു നാഡി ഓപ്പൺ ചെയ്താൽ ഒരു ശബ്ദവും ഒരു കളറും ഡിസ്പ്ലേ ആയാൽ 100% അതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഇന്നലെ അത് നോക്കി. ഇന്നിപ്പോൾ കളറാകുമ്പോൾ ഈ കളർ വരണം. ഉദാഹരണமாக റെഡ്, പിങ്കല, വൈറ്റ്, സുഷുമ്ന, നീലം, ഇങ്ങനെ എല്ലാത്തിനും കളറുണ്ട്. അപ്പോൾ ഈ കളറൊക്കെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിൽ വെയിറ്റിൽ പോയി മെർജാകണം. അപ്പോൾ അത് നിരാധാരം നാഡിയിലാകുമ്പോൾ സുഷുമ്നയിലാണ്